ഹലോ ഗായ്സ്, ഞാനിവിടെ പറയാൻ പോകുന്നത് ബാക്ക് സ്ട്രോക്കിൻ്റെ ഡൈവിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ബോഡി കർവ് ചെയ്ത് എൻ്റർ ആവുന്നതൊക്കെ നിങ്ങൾ നോക്കി അത് ശ്രദ്ധിക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യണം. സ്റ്റാർട്ടിംഗ് പൊസിഷൻ കണ്ടോ, ഓക്കെ. നമ്മൾ ഒരു പ്രാവശ്യം ജമ്പ് ചെയ്തതിന് ശേഷം കൈ വലിക്കാൻ പാടില്ല, ഫ്രണ്ടിൽ തന്നെ വെക്കുക. കണ്ടോ, കൈ മാറുന്നില്ല. അവിടെ നിന്ന് ഫ്രണ്ടിൽ വെച്ചിട്ട് ഡോൾഫിൻ്റെ കിക്ക് ചെയ്യുക. പൊന്തി വന്നതിന് ശേഷം ബാക്ക് സ്ട്രോക്ക് ഹാൻഡ് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നോക്കി. ആൻഡ് ടച്ച് ആൻഡ് ടേൺ കണ്ടോ, ബാക്ക് സ്ട്രോക്കിൻ്റെ ടച്ച് ആൻഡ് ടേൺ ശ്രദ്ധിക്കുക. ഓരോ ഈവൻറ്റും വ്യക്തമായി നോട്ട് ചെയ്യുക. ആ സ്ട്രോക്ക് ഗ്ലൈഡിങ്ങിൻ്റെ എത്ര മൂവ്മെൻറ്റ്, ഇതെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഓരോന്നും ചെയ്യുന്നത്. ആ സ്ട്രോക്കിൻ്റെ ആ റിതം, ആ പെർഫെക്ഷൻ, ആ സ്ട്രോക്ക് രണ്ട് കൈയും എവിടെയാണ് വീഴുന്നത് നോക്കിയോ, ബട്ടർഫ്ലൈയുടെ. അതുപോലെ ഫ്രീ സ്റ്റൈലായാൽ പോലും ആ ഒരു സ്പീഡ്, ഞാൻ ഫ്ലിപ്പ് ടേൺ, ഇനി അടുത്ത് ഡൈവിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡൈവിങ് വ്യക്തമായിട്ട് നോക്കുക. നിങ്ങൾ ആ പൊസിഷൻ കണ്ടോ, നിന്ന് എൻട്രായി, കൈ വലിക്കുന്നില്ല, ഡോൾഫിൻ കിക്ക് ചെയ്തു, സ്ട്രോക്കായി. ഓരോ സ്ട്രോക്കും അത് ആ പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കുക. ആ സ്ട്രോക്കിൻ്റെ ഇപ്പം ബ്രസ്റ്റ് സ്ട്രോക്കാണ് നിങ്ങൾ നോക്കിയ, ബ്രസ്റ്റ് സ്ട്രോക്കിൻ്റെ ഗ്ലേഡും ആ ബോഡി പൊസിഷൻ, ഓരോ സ്ട്രോക്കും ഓരോ ഈവൻറ്റും ആ ഒരു പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഫ്രീ സ്റ്റൈൽ ഇമ്പ്രൂവ് ആവാൻ ഓരോരോ ഡ്രില്ലുകളുണ്ട്. ഓരോ സ്ട്രോക്കിനും വെറൈറ്റി ഓഫ് ഡ്രിൽസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ചെയ്താൽ മാത്രമേ ഇമ്പ്രൂവ് ആവുള്ളൂ. സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു സിമ്പിളല്ല. മിനിമം 4 hours എങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു ക്വാളിറ്റി ഉള്ളൊരു സ്വിമ്മറായി മാറുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കിട്ടുന്ന സമയം ഉപയോഗിക്കുക, പ്രോപ്പറായിട്ട് വന്നിട്ട് കളിക്കാൻ നിൽക്കരുത്. ബിൽഡപ്പ് ചെയ്യുക ഓരോ സ്ട്രോക്കും, അല്ലെങ്കിൽ ഫ്ലിപ്പ് ടേൺ ആയാലും ടച്ച് ആൻഡ് ടേൺ ആയാലും എല്ലാം ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക്